ഇപ്പോൾ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു, അതിന്റെ തത്സമയം നമ്മൾ സംപ്രേഷണം ചെയ്യുന്നു. വി ഡി സതീശന് ധാർമ്മികതയുടെ ഒരു അംശമെങ്കിലും അദ്ദേഹത്തിനുണ്ടെങ്കിൽ PFIയുടെ വോട്ട് വേണ്ട എന്ന് അദ്ദേഹം പറയണമായിരുന്നു. നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായ നിലപാട് സ്വീകരിക്കാൻ വി ഡി സതീശൻ തയ്യാറാവുമോ? ഗ്രീൻ ആർമി എന്തിനാണ് ഇവിടെ ഉണ്ടാക്കിയതെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകാൻ വി ഡി സതീശൻ തയ്യാറാവുമോ? ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി അടിച്ചിറക്കുന്ന നോട്ടീസിന്റെ പിതൃത്വം തങ്ങളല്ല ഇത് അടിച്ചിറക്കിയിരിക്കുന്നത്. പിന്നെ ആരാണ് ഈ ആരാധനാലയങ്ങളിലും മുസ്ലിം സഹോദരന്മാരുടെ വീടുകളിലും ചെന്ന് ഈ പ്രചാരണം നടത്തുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ടിന് എന്താണ് കാര്യം? പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ സമീപകാലത്തൊന്നും ഇത്രയും പരസ്യമായ ഒരു ബാന്ധവം നേരിട്ട് കോൺഗ്രസിന്റെ ഓഫീസ് മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ നിറഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയോടൊപ്പം, സതീശനോടൊപ്പം, കോൺഗ്രസിന്റെ വാർ റൂമിലും ഗോദയിലും PFIക്കാരാണ് നിറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണിച്ച അതേ വർഗീയ തന്ത്രമാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നത്. അവരോട് മത്സരിക്കുകയാണ് LDF. അവർ അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയെ കൂട്ടുപിടിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പാലക്കാട് വോട്ടർമാർ അവരുടെ സ്വത്വബോധം മറക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ ഭീകരവാദ ശക്തികളുമായി കൂട്ടുചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം വലിച്ചെറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDFും LDFും സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇത് ശരിയായ നിലയിൽ ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓരോ വിഷയങ്ങളിലും ഈ താല്പര്യമാണുള്ളത്. വഖഫ് ബോർഡിന്റെ പുതിയ അധിനിവേശങ്ങൾ വി ഡി സതീശനും പിണറായി വിജയനും കാണുന്നേയില്ല. മുനമ്പത്തുനിന്ന് ചെല്ലാനത്തേക്കും, അവിടെ നിന്ന് ചാവക്കാടേക്കും, അവിടെ നിന്ന് മാനന്തവാടിയിലേക്കും, പിന്നീട് കൽപ്പാത്തിയിലേക്കും, ധോണിയിലേക്കും, നൂറണിയിലേക്കും എല്ലാം ഈ അധിനിവേശം വ്യാപിക്കുക. ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി പറയുന്നത് വഖഫ് ബോർഡിന്റെ അവകാശവാദം പിൻവലിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയത്തിൽ പ്രത്യേക താല്പര്യമാണ് UDFനും LDFനും ഉള്ളത്. കുടിയൊഴിപ്പിക്കുന്നവരുടെ കൂടെ, കുടിയൊഴിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കാൻ കോൺഗ്രസും CPMും തയ്യാറാവുന്നില്ല.